മാം താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. കാരണം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കിത് പാസ്സാകാൻ പറ്റി. അതിന് ഞാൻ എത്ര നന്ദി എന്നെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂട. ഒത്തിരി ഒത്തിരി താങ്ക്സ് മാം. കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കര റിസൾട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ പോയി എക്സാം എഴുതാനും എനിക്കറിഞ്ഞൂട എങ്ങനെ താങ്ക്സ് പറയണമെന്ന്. ഞാൻ മാമിൻ്റെ ക്ലാസ് ആസ് യൂഷ്വൽ എന്നോടിങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവ് കൊച്ച് പറഞ്ഞാണ് ഞാൻ കയറുന്നത്. ആദ്യം എന്നെ മാമിൻ്റെ ഈ ഗ്രൂപ്പിൽ, ഈ വാസ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തത്. പക്ഷേ അപ്പോഴും എനിക്കറിയില്ലായിരുന്നു മാമിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന്. ഞാൻ ഫസ്റ്റ് ടൈം മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓസ്കി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഐക്യു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഐക്യു എക്സാം ആണെങ്കിൽ പോലും ഞാൻ 2-3 സ്ഥലത്ത് അറ്റൻഡ് ചെയ്തേ പിന്നെ ഞാൻ പോയി എക്സാം എഴുതിയത്. എന്നിട്ടും എനിക്ക് കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു റിലേറ്റീവ് കൊച്ച് എന്നോട് പറഞ്ഞ് ഞാൻ ഈ എക്സാം ഇതിൽ ഈ വാസ്തിൽ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പിൽ ഞാൻ പിന്നെ എൻ്റെ എക്സാമിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അവൾ നല്ല അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അവിടെ ചേരാം. പിന്നെ വേറെ ആരും ഇങ്ങനെ ക്ലാസ് എടുക്കുന്നില്ല. അതായത് അൺലിമിറ്റഡ് ക്ലാസ് ഇങ്ങനെ എടുക്കുന്നില്ല. നമ്മുടെ എക്സാം പാസ്സാവുന്നവരെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നോ ആരും എടുക്കുന്നില്ല. എല്ലാവരും ഒരു നമ്മൾ ജോയിൻ ചെയ്തു, ആ ക്ലാസ് കഴിയുമ്പോൾ നമ്മളെ പിരിച്ചുവിടും. ആ ഒരു ഇതിലാണ്. അപ്പം ഞാൻ മാമിൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് കയറി 3 മാസം മുന്നേ ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ തന്നെ ഞാൻ ഓർത്തു, ദൈവമേ ഈ 12 മിനിറ്റിൻ്റെ സിനാരിയോ ഈ 2 മണിക്കൂർ ഇത്ര മാതിരി വായിട്ട് അലിച്ച് പറയാം. ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഈ OET എക്സാം തൊട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓരോരുത്തർ പഠിപ്പിക്കുന്നത്. പക്ഷേ മാമിനെ പോലെ ഇങ്ങനെ പഠിപ്പിക്കാൻ ഈ 2 മണിക്കൂർ വായിട്ട് അലച്ചിങ്ങനെ അത് ഞാൻ ആലോചിക്കുന്നത്, ഈ എക്സാം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാ പേഷ്യൻ്റ് ചോദിക്കുന്ന എല്ലാ കൺസെൻറ്റും കവർ ചെയ്ത മാം ക്ലാസ് എടുക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ താങ്ക്സ് പറയാം. അതും പോരാഞ്ഞിട്ട് മാം ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയണം, ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയണം, അങ്ങനെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് എവിടെ നിന്ന് നമുക്ക് ചോദിച്ചാലും നമുക്ക് പറയാൻ പാകത്തിന് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് മാമിൻ്റെ ക്ലാസ്. പിന്നെ ഞാൻ ഓർക്കും ചെയ്യും, ദൈവമേ ചിലപ്പം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഡൗട്ട് ചോദിക്കുമ്പോൾ ഒരാൾ ചോദിച്ച ഡൗട്ട് തന്നെയായിരിക്കും പിന്നെയും റിപ്പീറ്റ്ലി ചോദിക്കുന്നത്. എന്നാൽ പോലും മാമിന് ഒരു 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 എന്താ പറയുക, ഒരു മടിക്കുറവോ ഒരു വിദ്വേഷക്കുറവോ ഒന്നും ഇല്ലാണ്ട് അത് റിപ്പീറ്റ്ലി ആ ഡൗട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്ത് ഒരു ട്യൂട്ടറെ ഞാൻ ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അവർ ഒന്ന് പറയും, രണ്ട് പറയും, പക്ഷേ മൂന്നാമത്തേന് അവർക്ക് ദേഷ്യം വരും. പക്ഷേ മാമിൻ്റെ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ പറയുമായിരിക്കും, എന്താ ചിലപ്പോൾ മാമിന് ഇപ്പോൾ ചില സെനാരിയോയിൽ പുതിയ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ, അപ്ഡേറ്റ് വരുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്ഡേറ്റ്. പക്ഷേ മാം പറയും, ഞാൻ ചോദിച്ചിട്ട് അത് ക്ലിയർ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മാം അത് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് അത് ക്ലിയർ ചെയ്യാറുണ്ട്. എന്നാലും ഓരോരോ എക്സാം കഴിഞ്ഞിട്ടും ഓരോരോ കുഞ്ഞു കുഞ്ഞ് സിനാരിയോയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം എക്സാം കഴിഞ്ഞ് വരുമ്പോൾ വരുന്നവരോടെല്ലാം ചോദിച്ച് അത് അപ്ഡേറ്റ് ആയിട്ട് പോയി അതിന് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ മാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ സജഷൻസ് മാം അത് നല്ലതാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെ പറഞ്ഞാൽ നല്ലതാണ്, അതൊരു നല്ല ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞ് നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ആ മാമിൻ്റെ ക്ലാസ്. എനിക്കറിഞ്ഞുകൂടാ, ചില സമയത്ത് മാമിൻ്റെ ക്ലാസ് ഡ്യൂട്ടി ആയിരിക്കും, എനിക്ക് 3 ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അപ്പം എന്നാൽ പോലും ഞാൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ മാമിൻ്റെ ക്ലാസ് എല്ലാം ഇങ്ങനെ കേട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എനിക്ക് അത്ര വലിയ ഫ്ലുവൻ്റ് ലാംഗ്വേജുള്ള കൂട്ടത്തിൽ പെട്ടതൊന്നുമില്ല. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ്ലി എനിക്ക് അങ്ങനെ അതിങ്ങനെ ടെൻഷനൊക്കെ ആണെങ്കിൽ ചില വേർഡുകൾ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കിട്ടില്ല. അപ്പോൾ മാമിൻ്റെ ഓരോരോ കൺസേൺ ഇങ്ങനെയാണ് പറയേണ്ടത്. അത് ഞാൻ എൻ്റെ ലാംഗ്വേജ്, എൻ്റെ ആ ഒരു വേ ഓഫിലോട്ട് ഞാൻ ആക്കിയിട്ട് ഞാൻ എല്ലാ സ്റ്റേഷൻ്റെയും നോട്ട്സ് എഴുതി വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിലും നമുക്കത് അങ്ങനെ ഈ ഓടിപ്പിടിച്ച് പോയിട്ട് നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം നമ്മൾ അവിടുത്തെ ആ 2 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഈ 2 ദിവസത്തിനുള്ളിൽ 8 സിനാരിയോ 10 സിനാരിയോ അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം ഇതുണ്ട്, അത് കഴിഞ്ഞ് OPC. നമുക്ക് അവിടെ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. നമുക്ക് ഉറക്കം ശരിയല്ല, കാരണം ഇവിടുത്തെ ടൈം അവിടുത്തെ ടൈം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ ഓക്കെ വിചാരിക്കും നമുക്ക് ഓഫ്ലൈനിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ എനിക്കത് ഒത്തിരി ഡിഫറൻസ് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ എൻ്റെ കൂടെ എക്സാമിന് ശ്രീലങ്കൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോയത് കൊണ്ട് എനിക്ക് അവിടെ ചെന്നപ്പം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ വേറെ ഇവിടെ നിന്നൊക്കെ വരുന്ന പിള്ളേർ, വേറെ രാജ്യത്ത് നിന്ന് വന്ന പിള്ളേർ, ശ്രീലങ്കൻ അങ്ങനെ പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ ബ്ലൈൻഡായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തിനും മാഡത്തിനും നന്ദി പറഞ്ഞു. ദൈവമേ, എനിക്ക് ഇത്രത്തോളം എന്നെ അറിയിച്ച് എനിക്കെല്ലാം മനസ്സിലാക്കി ഓരോ പോയിന്റും ക്ലിയർ ആക്കിയിട്ടാണല്ലോ എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുമാതിരി ആയിരിക്കില്ല എക്സാമിന് ചെല്ലുമ്പോൾ എൻ്റെയർലി എല്ലാം ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു ടെൻഷനും കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. പിന്നെ ടൈം നമ്മൾ നോക്കണം. എനിക്കറിഞ്ഞൂടെ, എത്ര നന്ദി പറഞ്ഞാലും മാഡത്തിനോട് നന്ദി പറഞ്ഞാലും ഞാൻ ആലോചിക്കും, മാം ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെപ്പോലുള്ളവർ എന്ത് ചെയ്തുകൊണ്ടേന്ന് ഞാൻ ആലോചിക്കും. ആകെപ്പാടെ 3 അറ്റംപ്റ്റ് ഉള്ളൂ. ഈ 3 അറ്റംപ്റ്റ് ഇത്ര സമയത്തിനും നമുക്ക് ഡേറ്റ് കിട്ടണം. ഡേറ്റ് കിട്ടിയാൽ മാത്രം പോലെ, ലീവ് കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നെല്ലാം നമ്മൾ പാസ്സായില്ലെങ്കിൽ മാം ഇങ്ങനെ ഒരു ക്ലാസ് എന്ത് ചെയ്യും? ആകെ 3 അറ്റംപ്റ്റ് ഉള്ളൂ. മാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ക്ലാസ് ഇങ്ങനെ തുടങ്ങിയോണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാകാൻ പറ്റിയത്. അത് ശരിക്കും മാമിൻ്റെ ക്ലാസ് എനിക്ക് അറിഞ്ഞൂടെ, അത്ര
ഈ 8 മിനിറ്റിൻ്റെ സിനാരിയോ ഈ 2 മണിക്കൂർ ക്ലായിട്ട് കളിച്ച് എന്നിട്ടും അതിൻ്റെ അകത്തുനിന്നുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാമിൻ്റെ കുടുംബത്തിനെ ദൈവം അനുഗ്രഹിക്കും. കാരണം ഇതുവഴി ഒത്തിരി പേർക്ക് എന്നെ പോലെയുള്ള ഒത്തിരി പേർക്ക് ഭയങ്കര എന്താ പറയുക ഒത്തിരി അനുഗ്രഹമായത് മാമി ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിയത്. പക്ഷേ എൻ്റെ സമയത്ത് മാമ ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണല്ലോ മാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് അവൾ എക്സാമിന് ഡേറ്റ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ അവളാണ് എന്നെ അവൾ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അവളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തതും ഈ ഓസ്കിക്ക് മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ അവളോട് പറഞ്ഞേക്കുക നീ ഇവിടെ തന്നെ ചേർന്നാൽ മതിയെന്ന്. കാരണം നമുക്ക് മാമിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു നോളജും ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു വള്ളി പുള്ളി തെറ്റാതെ മാമിന് മാത്രമാണ് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ആരും ഇത്ര റിസ്ക് എടുത്ത് ഇത്ര ടൈം എടുത്ത് ഇത്ര എല്ലാവരോടും ചോദിച്ച് എക്സാം കഴിഞ്ഞവരോട് എല്ലാം വള്ളി പുള്ളി തെറ്റാതെ ചോദിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്ത് ഒരാൾ പോലും എടുത്തു തരില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആണെങ്കിൽ പോലും ഇപ്പം എക്സാം തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പുതിയ സിനാരിയോ തുടങ്ങിയപ്പോൾ തൊട്ട് അന്ന് തൊട്ട് ഓരോ സ്റ്റേഷനിലും ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ എല്ലാം മാം കവറപ്പ് ചെയ്താൽ പോകുന്നത്. എങ്ങനെ മാമിനോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവത്തിനോടും മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എല്ലാവരും എനിക്കൊരു സജഷനുള്ളത്, ഞാൻ എല്ലാവരോടും എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ വാസി ചേർന്നാൽ മതി. ഈ വാസി ചേർന്നാൽ മാത്രം പോരാ, പക്ഷേ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമ്മൾ ഒരു ക്ലാസ് പോലും ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് 1-2 ക്ലാസ്സൊക്കെ മിസ്സാവുമായിരിക്കും. പക്ഷേ ആ മിസ്സായ ക്ലാസ് പിന്നെയും റിപ്പീറ്റഡ്ലി എന്തായാലും ക്ലാസ് വരുമല്ലോ, ആ ക്ലാസ് പിന്നെയും കേൾക്കണം. നമ്മൾ കേൾക്കുന്തോറും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ എന്താ പറയുക അത് ഉറച്ചു പോകും. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഉറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഈ പേഷ്യൻസ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇവർ ചോദിച്ച ഇന്നതാ പറയണ്ടേ. നമ്മളത് കാണാപ്പാടം പഠിച്ചില്ലേ പോലും ഇവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതാ പറയണ്ടേ. നമ്മുടെ ഗ്രാമർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തെറ്റാണെങ്കിലും പക്ഷേ അവർക്ക് ഒരു ഐഡിയ എന്തായാലും കിട്ടുമല്ലോ. നമുക്ക് മാമിൻ്റെ കയ്യിൽ നിന്നുള്ള ഐഡിയ വെച്ച് നമ്മൾ അവിടെ പോയി ശരിക്കും ഇംഗ്ലീഷിലല്ല മീൻസ് ഇച്ചിരി ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നതിൽ അവർക്കൊരു ഐഡിയ കിട്ടും. ഇന്നതാണ് ഈ കൊച്ചു കൺവേ ചെയ്യാൻ. പക്ഷേ അതുപോലെ വേറൊരു സ്ഥലത്തും മാമിൻ്റെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം എല്ലാവരും അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, ഇങ്ങനെ നന്നായിട്ട് പ്രാക്ടീസും ചെയ്യണം. ഇത് നമ്മൾ ഗ്രൂപ്പ് പ്രാക്ടീസും ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ടൈം മാനേജ്മെൻറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് 2 സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനും വുണ്ട് ഡ്രസ്സിങ്ങും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് ടൈമിൽ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതുവരെ നന്നായിട്ട് മാം പറഞ്ഞ മാതിരി എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് അവരുടെ കയ്യിൽ നീഡിൽ കൊടുത്തു, സിറിഞ്ച് കൊടുത്തു. അവരെൻ്റെ കയ്യിലോട്ട് തിരിച്ചു തന്നപ്പം അത് എന്താ പറയുക അവരത് നിലത്തോട്ടാണ് ഇട്ടത്. പിന്നെ എനിക്ക് രണ്ടാമത് ചെയ്യേണ്ടി വന്നപ്പോഴും മാം പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് വന്നത് ഹാൻഡ് റബ്ബ്. അതായത് ഞാൻ ആ നിലത്തുനിന്ന് എടുത്ത് അത് ഷാർപ്പ് കണ്ടെയ്നറിൽ ഇട്ടു. പെട്ടെന്ന് എൻ്റെ ഹാൻഡ് റബ്ബ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഞാൻ പെട്ടെന്ന് ഹാൻഡ് റബ്ബ് ചെയ്തിട്ടാണ് രണ്ടാമത് ലോഡ് ചെയ്യുക. അങ്ങനെ എനിക്ക് ടൈം ലാഗിങ് ആയിട്ടാണ് എനിക്ക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ വൂണ്ട് അസസ്മെൻറ്റ് ഇതുപോലെ എനിക്ക് വെറ്റ് ഡ്രസ്സിങ് മാത്രം വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ ടൈം ഇതായിപ്പോയി. പക്ഷേ നമ്മൾ ചെയ്യുന്ന അത്രം കംപ്ലീറ്റ് ആയി നല്ല നീറ്റ് ആൻഡ് കംപ്ലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ മാർക്ക് തരും, പാസ്സാകാൻ പറ്റും. എനിക്കും ടെൻഷനായിരുന്നു. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എനിക്ക് ഫസ്റ്റ് സ്റ്റേഷൻ എൻ്റെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നപ്പം ഞാൻ പാനിക്കായിപ്പോയി. പിന്നെ അതെൻ്റെ അടുത്ത സ്റ്റേഷൻ 2-3 സ്റ്റേഷനിൽ അതെന്നെ അഫക്റ്റ് ചെയ്തു. പക്ഷേ പിന്നെ എനിക്കങ്ങ് ഞാൻ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. ശരിക്കും മാമിനെ പോലെ ഒരു എന്താ പറയുക ഇങ്ങനെ ക്ഷമയോടെ റിപ്പീറ്റ്ലി പറഞ്ഞ് പഠിപ്പിക്കാൻ, ഇങ്ങനെ വായിട്ട് അലച്ച് പഠിപ്പിക്കാൻ മാമിന് മാത്രമേ സാധിക്കൂ. മാമിന് വേണമെങ്കിൽ 8 മിനിറ്റത്തെ ക്ലാസ് വേണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ മാമിന് ഈ റീസെൻ്റ്ലി ചോദിക്കുന്ന ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസിൻ്റെ കൺസേൺസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കി പോയാൽ മതി. പക്ഷേ അങ്ങനെയല്ല മാം ചെയ്യുന്നത്. എനിക്കറിഞ്ഞൂടെ ദൈവത്തിനും മാമിനും 1000 നന്ദി. എനിക്കിതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ലാസ്റ്റ് ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ തന്നെയാണ് എൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് ഒരുമിച്ച് ഇതാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം എന്താ പറയുക എൻ്റെ ഒരു ലാസ്റ്റത്തെ പിടിവള്ളിയായിരുന്നു ഇത്. എനിക്ക് മാമിനോടെയും മാമിൻ്റെ ആ ഒരു എഫോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഒത്തിരി താങ്ക്സ്. എപ്പോഴും എൻ്റെ പ്രയറിലും എപ്പോഴും ഞാൻ മാമിനെ ഇന്നും ഓർക്കും. അത്രയ്ക്ക് മാം ഈ ഓസ്കി എക്സാം പാസ്സാകാൻ മാം ഒത്തിരി എൻ്റെ ഇതിൽ മാം ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നും എൻ്റെ പ്രാർത്ഥനയിൽ മാമിനെ ഓർക്കും. ഒത്തിരി താങ്ക്സ് ഒന്നും പറഞ്ഞാൽ മതിയാവില്ല. അത്രയ്ക്ക് എന്താ പറയുക ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നത്. ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാതിരുന്നത്. ഒത്തിരി എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇന്നലെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൈ വരച്ചിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എനിവേ അത് പാസ്സെന്നുള്ള ഒരു ഇത് കണ്ടപ്പം എൻ്റെ പൊന്നെ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ നന്ദി പറയണമെന്ന്. ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച് മാം.